നമസ്കാരം. അങ്ങനെ 2 വർഷം നീണ്ടുനിന്ന റഷ്യ ഉക്രൈൻ യുദ്ധം അന്ത്യഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. ഉക്രൈനിലേക്ക് പ്രത്യേക സൈനിക നടപടി രാഷ്ട്രീയ നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കുന്നതിൽ താൽപര്യമുണ്ടെന്ന കാര്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആവർത്തിച്ചുറപ്പിച്ചതോടെയാണ് സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് പുതിയ ഊർജം കിട്ടിയിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റും തുർക്കി പ്രസിഡന്റും നടത്തിയ നിർണായകമായ ഫോൺ സംഭാഷണത്തിന് ശേഷം ഇരു രാജ്യങ്ങളിലെയും നയതന്ത്രജ്ഞർ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ നേതാക്കൾ സമ്മതിച്ചതായാണ് റിപ്പോർട്ട്. പ്രശ്ന പരിഹാരത്തിനുള്ള തങ്ങളുടെ വാതിൽ എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണെന്നാണ് റഷ്യ ഇതിലൂടെ ലോകത്തിനു മുന്നിൽ വീണ്ടും സ്ഥാപിക്കുന്നത്. നിലവിലുള്ള ശത്രുത പരിഹരിക്കുന്നതിനായി അമേരിക്ക തയ്യാറാക്കിയതും അടുത്തിടെ ചോർന്നതുമായ നിർദ്ദേശങ്ങളെക്കുറിച്ചും പുടിനും എർദോഗനും ചർച്ച ചെയ്തതും സംഭാഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവായി. നവംബർ ആദ്യം അമേരിക്ക റഷ്യയ്ക്കും ഉക്രൈനും പദ്ധതിയുടെ രൂപരേഖ അവതരിപ്പിച്ചിരുന്നു. നിർദ്ദേശത്തിന്റെ വിശദാംശങ്ങൾ ഔദ്യോഗികമായി പരസ്യമാക്കിയിട്ടില്ലെങ്കിലും റഷ്യൻ താൽപര്യങ്ങളെ പിന്തുണയ്ക്കുന്ന സുപ്രധാനമായ ചില വ്യവസ്ഥകൾ അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഈ നിബന്ധനകളിൽ പ്രധാനപ്പെട്ടവ ക്രിമിയയെയും ഡോൺബാസിനെയും റഷ്യൻ അംഗീകരിക്കുകയും ഉക്രൈൻ സൈന്യത്തിന്റെ 6 ലക്ഷത്തിലധികം സൈനികരുടെ പരിധി നിശ്ചയിക്കുകയും ഉക്രൈൻ നാറ്റോയിൽ നിന്ന് വിട്ടു നൽകുക. ഈ നിബന്ധനകൾ റഷ്യയുടെ അടിസ്ഥാനപരമായ സുരക്ഷാ ആവശ്യകതകളെയും പ്രത്യേക സൈനിക നടപടിയുടെ ലക്ഷ്യങ്ങളെയും ഏറെക്കുറെ അംഗീകരിക്കുന്നവയാണ്. റഷ്യയിലേക്ക് പദ്ധതി ലഭിച്ചതായി പ്രസിഡന്റ് പുടിൻ സ്ഥിരീകരിച്ചു. അതിനെക്കുറിച്ച് ഇതുവരെ വിശദമായി ചർച്ച ചെയ്തിട്ടില്ലെന്നും എന്നാൽ ഇത് ഓഗസ്റ്റിൽ നടന്ന അലാസ്കയിലെ ഉച്ചകോടിയിലെത്തിയ ധാരണകളുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്നും സമാധാന കരാറിന് അടിസ്ഥാനമായി ഈ സംരംഭം പ്രവർത്തിക്കുമെന്നും പുടിൻ എർദോഗൻ പറഞ്ഞു. ഈ നിർദ്ദേശം ഒരു ചർച്ചാ വിഷയമായി കണക്കാക്കാൻ റഷ്യ തയ്യാറാണെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. ഉക്രൈൻ സംഘർഷത്തിന്റെ മധ്യസ്ഥത വഹിക്കാൻ തുർക്കി വഹിക്കുന്ന പങ്ക് റഷ്യ എന്നും വിലമതിച്ചിട്ടുണ്ട്. നീതി നിലനിൽക്കുന്നതും സമാധാനം കൈവരിക്കാൻ റഷ്യയെയും ഉക്രൈനെയും സഹായിക്കുന്നതുമായ തുർക്കിയുടെ സന്നദ്ധത പ്രസിഡന്റ് എർദോഗൻ വീണ്ടും ഉറപ്പിച്ചു. 2025 തുടക്കത്തിൽ റഷ്യയും ഉക്രൈനും തമ്മിൽ 3 റൗണ്ട് ചർച്ചകൾ നടന്നതിന്റെ വേദിയായി തുർക്കി നഗരമായ ഇസ്താംബുൾ പ്രവർത്തിച്ചു. യുദ്ധ തടവുകാരുടെ കൈമാറ്റങ്ങൾ ഉൾപ്പെടെ മാനുഷിക വിഷയങ്ങളിൽ ഈ ചർച്ചകൾ ചില പുരോഗതി കൈവരിച്ചിരുന്നു. സെപ്റ്റംബറിൽ ഉക്രൈൻ സംഘർഷത്തിൽ തുർക്കി മധ്യസ്ഥത വിലമതിക്കപ്പെടുന്നതാണ് എന്നും ഭാവിയിൽ അത് അഭികാമ്യമാകുമെന്നും പുടിൻ പറഞ്ഞിരുന്നു. പുതിയ സാഹചര്യത്തിൽ തുർക്കി റഷ്യ ബന്ധം ഊട്ടി ഉറപ്പിക്കാനുള്ള നേതാക്കളുടെ തീരുമാനം സമാധാന ചർച്ചകളിൽ തുർക്കി ഒരു പ്രധാന പങ്ക് വഹിക്കുവാൻ സാധ്യതയുണ്ട് എന്ന സൂചന നൽകുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നയതന്ത്രപരമായ നീക്കങ്ങൾ ഉക്രൈൻ സംഘർഷത്തെ സൈനിക വിജയം നേടിയ ശേഷം രാഷ്ട്രീയ പരിഹാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള റഷ്യയുടെ വ്യക്തമായ താൽപര്യം കാണിക്കുന്നുണ്ട്. അമേരിക്കയുടെ സമാധാന നിർദ്ദേശങ്ങളിൽ പോലും ക്രിമിയയെയും ഡോൺബാസിനെയും റഷ്യൻ പ്രദേശങ്ങളായി അംഗീകരിക്കുന്നതും നാറ്റോ വികാസം തടയുന്നതുമായ വ്യവസ്ഥകൾ ഉൾപ്പെടുന്നു എന്നത് റഷ്യയുടെ നിലപാടുകൾക്ക് ലഭിച്ച അംഗീകാരമായി കണക്കാക്കാം. സമാധാനത്തിനുള്ള റഷ്യയുടെ പ്രതിബദ്ധത തുർക്കി പോലുള്ള സൗഹൃദ രാജ്യങ്ങളുടെ ഏകോപനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നിലവിലെ സംഘർഷത്തിന് ഒരു നീതിയുക്തമായ അന്ത്യം കുറിക്കാൻ സഹായകരമാകുമെന്ന് തന്നെയാണ് ലോകം പ്രതീക്ഷിക്കുന്നത്.